വിശദമായ അയാളുടെ പ്രശ്നങ്ങൾ ഉണ്ട്. അയാൾ പറയണത് മൗലവി പലതവണ വിദേശത്തേക്ക് വന്ന ഒരാൾ എന്നുള്ള നിലക്ക് പ്രവാസികളെ കൂടുതൽ അറിയാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ താമസ സ്ഥലങ്ങൾ, ഇപ്പം അതിൽ വൈഫൈ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വൈഫൈ കണക്ഷന് പോലും ദുബായ് പോലുള്ള ഒരു സ്ഥലത്തോല് വലിയ വില കൊടുക്കുന്നുണ്ട്, ബാത്റൂം ഷെയർ ചെയ്യുന്നുണ്ട്, ഡോർമെട്രി പോലുള്ള സംവിധാനങ്ങളിൽ കിടക്കുന്നുണ്ട്. അത്തരം പ്രയാസങ്ങൾ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ഈ ലൈവ് കൗൺസിലിംഗ് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ കണ്ട വഴി ഇവർ ഇതേപോലെ എന്താണ് ഹൃദയസ്പർശിയായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളതാണ്. കാരണം അവർക്കാനുള്ള അനുഭവങ്ങൾ പറയാൻ പറ്റുക. സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിദേശ നാടുകളിൽ പോകുമ്പോൾ ഈ പുതിയതായി പ്രവാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർ ഈ ജോലിയുമായും നാടുമായും റൂമുമായൊക്കെ പൊരുത്തപ്പെടാനെടുക്കുന്ന ഒരു ഭയങ്കരമായ പ്രയാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ചില ആളുകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഈ ജോലിയോടോ ആ നാടിനോടോ അവർ എഴുകിച്ചേരൂല. എന്നിട്ട് അവർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും. എന്നിട്ട് പ്രവാസ ജീവിതകാലം മുഴുവനും മരുന്നയക്കുന്ന ആളുകളെ നമുക്കറിയാം. കാരണം അവർക്ക് ഒരിക്കലും വീട് വിട്ടതും ഭാര്യയെ വിട്ടതും മക്കളെ വിട്ടതും ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. കുറേ ആളുകൾ കുറേ കാലം കഴിയുമ്പോൾ 6 മാസമോ ഒരു വർഷമൊക്കെ ആകുമ്പോൾ അതിനോട് മെല്ലെ ഇഴുകിച്ചേരും. എന്നാൽ ചില ആളുകൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല. പക്ഷെ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കും. അതായത് കുറേ പ്രയാസങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമുക്കിവിടെ ഒരു ചികിത്സക്കോ ഡോക്ടറെ കാണാറിഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ചിലവില്ലാതെ കാണാൻ പറ്റും. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യ കൊണ്ട് നടക്കും. എന്നാൽ തങ്ങളുടെ ആരോഗ്യത്തിന് നല്ലൊരു ചികിത്സ എന്ത് ചെയ്യണില്ല, ഒരു പ്രവാസി എടുക്കുന്നില്ല. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പലരും സ്വയം പാചകം ചെയ്താണ് കഴിക്കുക. അപ്പോൾ ജോലി ടൈം കഴിഞ്ഞിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു റൂമിൽ 8-10 ആളുകൾ ചേർന്ന് അവരൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാചകം ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞമാതിരി എന്താണ് പരിമിതമായ ബാത്റൂമുകൾ, അവിടെ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊന്നും ഒരു ദിവസം 2 ദിവസം ഒന്നല്ല, ജീവിതകാലം മുഴുവനാണ്. അപ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യണം, ഇത്രമാത്രം വേദനകളും വിഷമങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രവാസി അനുഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കെന്താ സമാധാനം, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു സ്വതക്ക കൊടുത്താൽ, ഒരു ചെലവ് നടത്തിയാൽ അത് സ്വതക്കയാണെന്ന് പറയണ്ടല്ലോ. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കുമ്പോൾ, അപ്പോൾ അവിടുന്ന് ഒരു പ്രവാസി ഒരു മാസം ഒരു 25,000 റുപ്യ വീട്ടിൽ അയക്കണമെങ്കിൽ ആ 25,000 റുപ്യ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു ദാനമായി അയാൾക്ക് വിചാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പണം സമ്പാദിച്ചതൊന്നും വെറുതെ ആവില്ല എന്ന് നമുക്ക് പറയാം. അതേമാതിരി തന്നെ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, ധാരാളം ദീനിയായ ഗുണങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർക്ക് ലഭിക്കുന്നു എന്നുള്ള മെച്ചങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ തങ്ങളുടെ മക്കളും കുട്ടികളൊക്കെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് നല്ല ഭൗതിക അഭിവൃദ്ധി നേടുമ്പോൾ അത് കാണുമ്പോൾ ഒരു കൺകുളിർമയുണ്ടാകും. പല നല്ല സംരംഭങ്ങളിലും ഭാഗവാക്കാൻ കഴിയുന്നൊരു മാനസിക സംതൃപ്തി ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ബാലൻസ് ചെയ്യുകയാണ് അവിടെ പ്രയാസങ്ങളെ. ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ എനിക്കുണ്ടല്ലോ എന്നൊരു സമാശ്വാസത്തിലാണ് ഒരു പ്രവാസി യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്.